ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 3:45 3:35 ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു റൈഡ് പോകാൻ പോവാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കുടയിൽ റൈഡ് പോവാണ്. കുടയിൽ തന്നെ അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ദൂരെയാണ്, അതായത് ഒരു വില്ലേജിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പൊന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കര ഉറക്കമാണ്. ഇന്നലെ രാത്രി എത്തിയിട്ടേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്ത് വന്നിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ബാക്കി എല്ലാവരും അകത്ത് ഉറങ്ങുകയാണ്. ഇപ്പോൾ എന്തായാലും നമുക്കിനി പൊന്നിനെ വിളിക്കണം, റെഡി ആവണം, പോകണം. വളരെ എക്സൈറ്റഡ് ആണ്. അടിപൊളി ഒരു ട്രിപ്പായിരിക്കും. ഇപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കുടിക്കാം. നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിട്ടുണ്ട്. പൊന്നു ഇവളോട് ഞാൻ റെഡിയാവാൻ പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെ ഇവൾ റെഡി ആയിട്ടില്ല. എന്തായാലും നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 4:30 ആവാറായി. ഇതുവരെ റെഡി ആയിട്ടില്ല. ലൈറ്റ് ഇടട്ടെ. പൊന്നു പോവാം. പൊന്നു പോവാം. പോവാം. ഞാൻ പോട്ടെ എന്നാ, ഞാൻ പോട്ടെ. ഇത് കാണട്ടത്, ഞാൻ പോട്ടെ. 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് വരും. റെഡി ആയി സെറ്റ് ആയിട്ടാണ്. ഓക്കെ 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 ശരി. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ എത്ര സമയം ലേറ്റായെന്നറിയാമോ? അരമണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം ഇപ്പം തന്നെ ലേറ്റായി. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ബാക്കിയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഓൺ ദ വേയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ ഷെയർ ചെയ്യാം. എന്തായാലും ഒരു കിട്ടിലും ട്രിപ്പായിരിക്കും. ഞങ്ങളുടെ കൂടെ കുടിക്കോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലേജ് ട്രിപ്പാണ്. കൊടൈക്കനാലിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സ് എവേ ഉള്ള ഒരു വില്ലേജിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വില്ലേജ് മാത്രമല്ല, അതിനകത്ത് നമുക്ക് അവിടെ ഒരു ശശിയേട്ടനുണ്ട്. ശശിയേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കുടിക്കാം. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 5 o'clock കഴിഞ്ഞു. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. നേരത്തെ പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ കുറേ പ്രശ്നങ്ങൾ കാരണം വെളുപ്പിനെ നല്ല ഉറക്കം. കാര്യം പൊന്നു ഇന്നലെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി. ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇന്നലെ എറണാകുളത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറേ വരാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായി. 5:30 കഴിഞ്ഞു. എന്തായാലും നേരത്തെ നേരം വെളുക്കുന്നു. വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ വളരെ എക്സൈറ്റിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് കൊടൈക്കനാൽ ഒരുപാട് വട്ടം നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ശശിയേട്ടൻ്റെ അടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഈ ആദ്യം തൊട്ട് ശശിയേട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പരിചയപ്പെട്ടിട്ടിരിക്കേണ്ട ഒരാളാണ് ശശിയേട്ടൻ. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, ആളെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ശരിക്കും ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചിട്ടൊക്കെ ഉള്ളൂ. കാരണം അതുപോലെ തന്നെ നല്ല കമ്പനിയാണ് ആൾ. ഞാൻ പറഞ്ഞില്ല, പ്രൊഫഷൻ ബൈ ആൾ ലോയറാണ്. ആൾക്കാരൊക്കെ വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെയൊക്കെ ഒരു റൈഡ് പോകാമെന്ന് വെച്ചാൽ അത് പൊള്ളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് ഒരു റൈഡ് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊടൈക്കനാലിലാണ് നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിൽ നിന്നൊരു 40 കിലോമീറ്റർ ഉള്ളിലുള്ളൊരു വില്ലേജാണ്. അവിടെ ശശിയേട്ടൻ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം 40 years ആയിട്ട് ശശിയേട്ടൻ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശശിയേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളവിടെ ആ ഹോം സ്റ്റേയും ഹട്ടാണ്. ആ ഹോം സ്റ്റേ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യണം.
ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ശരിക്കും നിങ്ങളെ പറഞ്ഞിനി എക്സൈറ്റഡ് ആക്കുന്നില്ല, നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 340 കിലോമീറ്റേഴ്സ് ഉണ്ട്. 340 കിലോമീറ്റേഴ്സ് എങ്ങനെ ആയാലും ഒരു 9 hours എന്തായാലും എടുക്കും. കാര്യം പൊന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പതുക്കെ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു നോർമൽ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പാസ്സെല്ലാം എടുത്തു. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പാസ് പോലെ തിരിച്ചു വരാനുള്ള പാസ്സെല്ലാം എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ പാസ് കിട്ടും. അതെങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, പാസ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ഇതിന് ഈ ഒരു എപ്പിസോഡിനുള്ളിൽ തന്നെ അതെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, എങ്ങനെ പാസ് എടുക്കണം അതിനൊക്കെയുള്ള ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ പത്തനംതിട്ട റാന്നിയിൽ നിന്ന് കുമളിയിൽ നിന്ന് കൊടൈ, അവിടെ നിന്ന് 40 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ എരുമേലി എത്താറായി. അപ്പോൾ പൊന്നൂന് എന്തായാലും നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. നമുക്കെന്തായാലും കയ്യിൽ അപ്പോൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള പോലെ ഇന്നും ബ്രെഡുണ്ട്. അപ്പോൾ എന്തായാലും ബ്രെഡാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് കഴിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അടിപൊളി സ്ഥലമാണ് എരുമേലി. നമ്മൾ ഇവിടുന്ന് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് റൈറ്റ് പോകുമ്പോഴാണ് പമ്പയ്ക്ക് പോകുന്നത്. സൂപ്പർ സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം. ഏകദേശം ഇനിയൊരു 75 കിലോമീറ്റർ ഉണ്ട് കുമളിയിൽ നിന്നാണ് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ടത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം. നല്ലൊരു സ്ഥലമാണ് എന്തായാലും. ഇറങ്ങ്. ഇത് മൊത്തം ഫുള്ള് കാടാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ ബോർഡ് കണ്ടില്ലേ, കാട്ടുതീ തടയൂ. ഇപ്പുറത്തെ സൈഡ് എനിക്കൊന്ന് കാണാമെന്ന് തോന്നും. കഴിക്കാം, ഒരുവിധമായെന്ന് തോന്നുന്നല്ലോ. കഴിക്കാം നമുക്ക്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. കാടാണോ മുന്നൂസേ? കാടാൻ തോന്നുന്നല്ലേ. ഈ സൈഡിലെല്ലാം നിങ്ങൾ കണ്ടോ, നല്ല ഡീപ്പ് ഫോറസ്റ്റാണ്. ഇല്ല, അത്ര വലിയ കാടൊന്നുമല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ശബരിമല റീജിയൻ, പക്ഷെ നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഇവിടുന്ന് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇത് കാണാൻ നല്ല സ്ഥലമാണ്, അത്യാവശ്യം ഫോറസ്റ്റ് തന്നെ. ഒരു സൈഡിൽ കുറച്ച് റബ്ബറിൻ്റെ കാടൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഇവിടെ. നല്ലൊരു വഴിയാണ്, നല്ല തണലാണ്. എന്താ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 8 മണി ആയിട്ടുണ്ട്. ബൈക്കിലെ ടൈം നോക്കണ്ട, അത് തെറ്റാണ്. അതിനി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അത്യാവശ്യം ഒരു നല്ല റോഡാണ്. എന്തായാലും നമുക്കിനി ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം ഒരു 2 മണിയാകുമ്പോഴെങ്കിലും കൊടയെത്തുമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇത് അത്യാവശ്യം നല്ല റോഡാണ്, നല്ല രീതിയിൽ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ റോഡ് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി ഇട്ടേക്കുന്നത്. വേറെ എവിടെയെങ്കിലാണെങ്കിൽ ഇപ്പോൾ എല്ലാം കുളമായി കിടക്കും. പക്ഷെ വന്ന വഴി ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ന വഴി നമ്മൾ റാന്നി വഴി തന്നെയാണ് വന്നത്. മൊത്തം കുളമായിരുന്നു. അതുകൊണ്ടാണ് ഓൾറെഡി ഞാനത് എടുക്കാതിരുന്നത്. ഈ വ്യൂ കണ്ടോ നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എരുമേലിയിൽ നിന്ന് പിന്നെ വിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. ഒരു അപാര വ്യൂ തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കിട്ടില്ല. അതായത് നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു 52 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കുമളിക്ക്. ആ വരുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ്, പൊള്ളി വ്യൂ ആണ്. ശരിക്കും മഞ്ഞൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ വ്യൂ ആണ് കിട്ടുന്നത്. ഒരു എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി ഒരു വ്യൂ ആണ്. ആ മലയുടെ മണ്ടക്കൊക്കെ നിഴൽ പോലെ വെയിൽ വീണ് വരുന്നുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ അത് ആ താഴെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ചെറിയ എന്തോ ഒരു വാട്ടർ ബോഡി കാണാൻ പറ്റുന്നുണ്ട്. ഏതോ ഒരു റിവർ എങ്ങാണ്ട് അവിടെ ഓടുന്നുണ്ട്. പിന്നെ താഴെ കൂടെ ഒരു ചേട്ടൻ വണ്ടിയിൽ പോയി നോർമൽ ഒരു റോഡ് പോകുന്നുണ്ട്. പൊളി വ്യൂ ആണ്.
നമ്മളിപ്പോൾ കുമളി റൂട്ടിലാണ് വളഞ്ഞങ്ങാനം ഫാൾസ്. നമ്മൾ വളഞ്ഞങ്ങാനം ഫാൾസിൻ്റെ അടുത്തെത്തി. ഈ ഫാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർലിക്കകത്ത് നമ്മുടെ ദുൽഖർ സൽമാൻ ഇവിടെ വന്ന് നിർത്തുന്ന അറിയാമോ? നിർത്തിയിട്ട് അവരിവിടുന്ന് ഫുഡ് കഴിക്കും. നമ്മളങ്ങനെ വളഞ്ഞങ്ങാനം ഫാൾസിൻ്റെ അടുത്തെത്തി. അവിടെ മഴവില്ലുണ്ടെന്നു വിലവനും ഇപ്പോൾ വെള്ളം കുറവാണ്. കണ്ടിട്ട് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കെന്തായാലും നമ്മുടെ കൊടൈക്കനാലിൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് കൊടൈക്കനാലിൽ എത്തണം. മേളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ നിസേ? പൊളിയല്ലേ? ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 or 4 years ബാക്ക് നമ്മൾ വന്നപ്പോഴേ ഫോട്ടോ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? എന്നു ഫോട്ടോ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, നമുക്കെന്തായാലും വിട്ടാലോ? നമുക്കെന്തായാലും വിടാം. കാര്യം നമുക്കിനി കുറേ ദൂരം പോകാനുള്ളതാണ്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് മുടങ്ങിപ്പോവും. കാര്യം നമുക്ക് അവിടെ കവർ ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യണം. ഞാൻ കുറേ വഴിയൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, യൂഷ്വലി നിങ്ങൾ കണ്ട് ശീലിച്ച വഴികളൊക്കെ തന്നെ ആയിരിക്കും. കുമളി പോകുന്ന വഴികളൊക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നല്ല നല്ല ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ശരിക്കും ഡിസംബറിൻ്റെ ആ ഒരു തണുപ്പ് ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഡിസംബറിൻ്റെ ആ ഒരു തണുപ്പ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര ഒരുപാട് കൂടിയ തണുപ്പൊന്നുമില്ല, എന്നാലും ആ ഡിസംബറിൻ്റെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാറ്റിലും ഒക്കെ ജാക്കറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട് ആ ഒരു തണുപ്പ്. ശരിക്കും ഈ ഒരു റൈഡിൽ ഞാൻ അങ്ങനെ ഒരുപാട് സ്പീഡിൽ ഓടിച്ചില്ല, പതുക്കെ ഓടിക്കാനാണ് തോന്നി. കാര്യം വേറൊന്നുമല്ല, ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്ന കോട്ടയം വഴിയായിരിക്കും പോകുന്നത്. പക്ഷേ ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. നമ്മുടെ ആ റോഡ് ഇത്തിരി മോശം ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ പെട്ടെന്നാണ് നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് പത്തനംതിട്ട എത്തി. അവിടുന്ന് റാന്നി എത്തി. അവിടുന്ന് പിന്നെ എരുമേലി, ദെൻ നമ്മൾ കുമളി, ദെൻ പിന്നെ കമ്പന്തേനി, ആ റൂട്ട്. പക്ഷെ ആ ഒരു പെട്ടെന്ന് എത്തിയതിൻ്റെ ഒരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തിൽ ഓടിച്ചു പോകാനാണ് രസം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. ഓക്കെ, പീരുമേട് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പീരുമേട് വരുമ്പോൾ തന്നെ ആ കാറ്റ്, ഒരു നല്ല തണുത്തൊരു കാറ്റ്, അതിനകത്ത് തന്നെ ആ ഒരു തേയിലയുടെ ഗന്ധം എപ്പോഴും ഉണ്ട്. ഭയങ്കര മൈൻഡ് ഫ്രീ ആവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേയിലത്തോട് സാധാരണ നമ്മൾ മൂന്നാറിൽ പോയാൽ തന്നെയും ഈ റോഡ് സൈഡിൽ കാണുന്ന പോലെ അത്ര ഒരു വ്യൂ മൂന്നാറിലുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു യാത്രയിൽ കണ്ടുപോകാൻ പറ്റുന്ന തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് പീരുമേട്ടിലുള്ളത്. കണ്ണിന് മൊത്തം ഒരു ഗ്രീൻ ഫീലാണ്. അതുപോലെ തന്നെ ഒരു കുളിരും കൂടെയാണ് നമുക്ക്. ആ എന്താ അങ്ങനെ പീരുമേടൂന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതേപോലെ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല. റോഡിലൊരുത്തൻ വഴിമുടക്കിയായിട്ട് നിൽപ്പുണ്ട്. തേക്കടി 27, ഇരവികുളം നാഷണൽ പാർക്ക് 139. ഓക്കെ, അവിടെ നോക്കി ഉന്നസേ. ശരിക്കും പീരുമേട് അടിപൊളിയാണ്. നമ്മൾ യാത്രയിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് പീരുമേട്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ മരങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും അവരുടെ പ്രൊട്ടക്ടേഴ്സിനെ പോലെ തോന്നും. പറഞ്ഞോ, കണ്ടു. അതിനിടയ്ക്കൊരു വാട്ടർ ബോഡി ഉണ്ട്. അവിടെ എന്തോ അവരിങ്ങനെ വെള്ളം കെട്ടി നിർത്തി എന്തോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് യാത്ര തുടരാം. പിന്നെ എന്തായാലും പീരുമേട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും യാത്ര തുടരാം. നല്ല കിടിലൊരു വ്യൂ ആണ്. നിങ്ങൾ ദൂരെ നോക്കിയ മലകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ മലകൾ നിൽക്കുന്നത്. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മടുപ്പിക്കാത്തൊരു യാത്രയാണ്.
യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മളെ മടുപ്പിക്കാറില്ല. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയൊരു ടൈമിങ് പെർഫെക്റ്റ് ആയിരുന്നു. സാധാരണ മിക്കവാറും ഞാനിപ്പോൾ ലേറ്റായതിന് പൊന്നിന് വഴക്കുറയായിരുന്നു, പക്ഷേ എന്നാലും അടിപൊളിയായിരുന്നു. ഇറങ്ങിയ ടൈമിങ് പെർഫെക്റ്റ് ആണ്. വെസ്റ്റേൺ ഗട്ട്സ് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. എവിടം തൊട്ട് എവിടം വരെയാണ്, എവിടെ നോക്കിയാലും ഒരു വാള് പോലെ നമ്മുടെ കേരളത്തെ ചുറ്റി ഇങ്ങനെ നിൽക്കും. ശരിക്കും ഒരു റൈഡിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്, നമ്മൾ റൈഡ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഇതിൻ്റെ അഡ്വഞ്ചർ ലൈൻസ് ഉണ്ടല്ലോ, ഹിൽസിൻ്റെ ആ ഒരു ലൈൻസ് ഉണ്ട്, അത് എത്രയോ ദൂരെ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് അത്രയും ഒരു ഫീല് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ചാർജ് ആവും. പിന്നെ അതിലോട്ട് ഓടിച്ചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരക്കം പാച്ചിലായിരിക്കും. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നമ്മൾ കയറി വന്നപ്പോഴത്തൊരു ബസ് കയറി വന്നു. പൊന്നൊന്ന് പേടിച്ചെന്ന് തോന്നുന്നു. ആരും ഹോൺ അടിച്ച് കണ്ടില്ല. ആർക്കും ഹോൺ അടിക്കണമെന്നൊരു താല്പര്യമില്ല. പിന്നെ ഒരുപാട് ഹോൺ അടിച്ച് ബഹളം ഉണ്ടാക്കണ്ട, എന്നാലും പക്ഷേ ആവശ്യത്തിന് 1-2 ഹോൺ അടിക്കാമല്ലോ. വളരെ ചെറിയ റോഡാണ്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് പോകാമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല താഴ്ചയാണ്, അവിടെ പോവുകയും ചെയ്യും. പിന്നെ ഡൊമിനോറിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ കാലമായി കേട്ടോ ഇങ്ങനത്തെ ഒരു റൈഡ് ഞാൻ ഡൊമിനോറിൽ പോയിട്ട് ഒരുപാട് നാളായി. ഡൊമിനോർ ശരിക്കും നമ്മൾ ലോങ് ഡ്രൈവിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അത് ഞാനും പൊന്നും കൂടെ പോകുമ്പോൾ മാത്രം. അപ്പോൾ ഒരുപാട് നാളായിട്ട് വണ്ടി എടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അത്യാവശ്യം ബജാജ് ഇറക്കിയിൽ ഒരു അടിപൊളി വണ്ടിയാണ്. തള്ളുകയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, അത്രയും ഒരു റൈഡ് എക്സ്പീരിയൻസ് എനിക്ക് ഡൊമിനോറിലും ഉണ്ട്. എൻ്റെ യാത്രകളിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. തേക്കടി 21, രാമക്കൽമേട് 60. നമുക്ക് രാമക്കൽമേട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ. രാമക്കൽമേട് ഞാനൊരു 2009 പോയത്. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര താഴെ ഉള്ള നമ്മുടെ കമ്പം തേനി ഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായി തമിഴ്നാട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. മൊത്തം കൃഷിത്തോട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത്. അവിടെയുള്ള മറ്റേ തെങ്ങും അതും ഇതുമൊക്കെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. പച്ചക്കറി തോട്ടങ്ങളും തെങ്ങിൻ്റെ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ കുമളി എത്തിയിട്ടുണ്ട്. കുമളിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കമ്പത്തോട്ടാണ്. കമ്പത്ത് ചെന്നിട്ട് അവിടുന്ന് തേനി പോകണം. തേനി പോയിട്ടാണ് നമുക്ക് കൊടൈക്കനാൽ പോകേണ്ടത്. ഇവിടെ ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് പോകാം. നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്, നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. മേ ബി ചെക്കിങ് ഉണ്ടോ എന്തായാലും നോക്കാം. ചെക്കിങ് ഉണ്ട്. എനിക്കൊന്ന് തിരിച്ചു വരുമ്പോഴാണ് ചെക്കിങ് ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ചെക്കിങ് ഇല്ല. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഇനി ബത്തലകുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഈ കമ്പം തേനി എല്ലാം കിടന്ന് പെരിയോളത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ബത്തലകുണ്ട്. അപ്പോൾ അവിടേക്ക് ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇത് മൊത്തം ഫുള്ള് ചുരമാണ്. ഹെൽമെറ്റ്, അപ്പോൾ ഇത് ഫുള്ള് ചുരമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ചുരം ഇറങ്ങിയിട്ട് തമിഴ്നാട്ടിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. എന്തായാലും നമുക്കേ തമിഴ്നാട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരു കിടിലം വ്യൂ വരുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. കമ്പത്തിന് 20 കിലോമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു വ്യൂ വരുന്നുണ്ട്, ആ വ്യൂ നോക്കാം. വാട്ടർഫോൾസ് ഉണ്ട്, ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് പൊന്നു, പക്ഷെ അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. ഇതെന്താ വ്യൂ നോക്കിയേ.
ശരിക്കും പറഞ്ഞാൽ പറന്ന് ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന് പോകാനായിട്ട് പറ്റുമായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപമാണ് പറക്കാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം നമ്മളെ കൊണ്ട് പറ്റും, ചിറക് വെച്ച് പറക്കാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇൻബോണായിട്ട് ആ ഒരു കഴിവും കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ത് അഹങ്കാരിയായി പോകാൻ. അല്ലാതെ തന്നെ ഒരു രക്ഷയില്ലാത്ത അഹങ്കാരമാണ് മനുഷ്യനുള്ളത്. ഞാനടക്കമുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞതാണ്. എന്തായാലും ഈ ഒരു യാത്രയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ റിഫ്രഷായി. പിന്നെ വെയിലിൻ്റെ ഒരു ശല്യം ഇല്ലായിരുന്നു. ഓ ഫുൾ കണ്ണെത്താ ദൂരത്ത് മലകളിങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷേ ആ വ്യൂ കാണണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മരങ്ങൾ നിൽക്കുന്ന കാരണം നമുക്ക് പോയിട്ട് അവിടെ നിന്ന് കാണാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പം ഞാൻ നിങ്ങളിപ്പോൾ ഒരു വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണേ. ഇത് കണ്ടോ, കുറേ കുരങ്ങന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നിങ്ങളുടെ വ്യൂ. നിങ്ങൾ നോക്കിയേ, തമിഴ്നാട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. എന്താ വ്യൂ, ഒരു രക്ഷയില്ല. പിന്നെ ആണെങ്കിൽ കുരങ്ങനെ കളിയാക്കല്ലേ. അത് പിന്നെ ഇതായത് കണ്ടോ, താഴെ കൂടെ നമുക്കൊരു വണ്ടി പോകുന്നുണ്ട്. ഇഷ്ടം പോലെ പൊള്ളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. എത്ര ദൂരത്തെ മല നോക്കി പിന്നെ നോക്കി. ശരിക്കും താഴെ കൂടെ വണ്ടി പോകും. എന്തായാലും നമുക്ക് ഈ കുരങ്ങന്മാർ ചിലപ്പോൾ ശല്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വിടാം. പൊളി 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 പൊളി. ഹലോ, അസാധ്യ വ്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ABS ഉള്ള ബൈക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാക്കിലത്തെ റിയർ ബ്രേക്ക് നിങ്ങൾ ചവിട്ടി വെക്കരുത്. അതുപോലെ തന്നെ കാലെപ്പോഴും നമ്മൾ എടുത്ത് ചവിട്ടി ആ രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് വേണം ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് ജാം ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ കുമളിയിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുന്ന ബോർഡറിൽ നമുക്കിവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അവിടുന്ന് ആ ചുരം ഇറങ്ങി വന്നിട്ട് കാണുന്ന റോഡ് കണ്ടോ, സ്ട്രെയിറ്റ് ആണ്. എന്താ രസമല്ലേ. അവിടെ മേളിലൊരു ആന പോലെ മല ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഒരാന ഇങ്ങനെ കവിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിട്ടുണ്ട്. ഇത് നോക്കി, പുനഃസാവ് നോക്കി, പൊളി. അതിൻ്റെ മണ്ടയ്ക്കൊന്ന് മഞ്ഞ് ഇത് പോകുന്നുണ്ടോ, മേഘം പോകുന്നുണ്ടോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെത്തിയപ്പോൾ തന്നെ നോക്കിയാൽ നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു ചുരമാണ്. മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസ് പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് കൃഷിയാണ്. കമ്പത്തെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശരിക്കും തെങ്ങിൻ തോപ്പുകളും എല്ലാം ഉള്ള അടിപൊളിയാണ്. കമ്പം സൂപ്പറാണ്. അതുപോലെ തന്നെ മുന്തിരിത്തോപ്പുകളില്ലേ ഇഷ്ടംപോലെ. മനസ്സിലായി, മുന്തിരിത്തോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാം. ഇത് കമ്പം താനാ? കമ്പം 15 കിലോമീറ്റർ പോയാൽ എത്തുള്ളൂ അല്ലേ? കമ്പത്തിറങ്ങിയാൽ മതിയോ? ഓക്കെ. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ, ഞാൻ ദൂരെ നോക്കി പേടിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് മൊത്തം കാളകളാണെന്ന് തോന്നുന്നു. അല്ല സോറി, ഇത് തമിഴ്നാട് പശുവാണ്. പശുവും കാള എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അതിനിടയ്ക്ക് നമുക്ക് കുട്ടിപ്പശു ഉണ്ട്. ശരിക്കും തമിഴ്നാടെന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. വില്ലേജ് എന്ന് പറയുന്നത് ശരിക്കും തമിഴ്നാടൻ വില്ലേജുകളാണ്. വില്ലേജ് ഇപ്പോൾ ഒരുത്തൻ കുറുക്കി ആടിയനെ. തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കേരള വിട്ട് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് വേറൊരു വൈബാണ്. കാര്യം അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ജീവിതം എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതമാണ്. നമ്മൾ കുറച്ചുകൂടി ഫോർവേഡാണ്. ഇവർ ശരിക്കും ലോക്കലായിട്ട് തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങളും, അവരുടെ ജീവിത രീതികളും, അവരുടെ കൾച്ചറും അടിപൊളിയാണ്. ശരിക്കും നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൊടൈക്കനാലിൻ്റെ വില്ലേജസിൻ്റെ അത്യാവശ്യം ഒക്കെ കുറച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഞാൻ എന്തായാലും നമുക്ക് ഇപ്പം തന്നെ മണി 10 ആവാറായി. നമുക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഫുള്ള് പശുക്കളുണ്ട്. ഇവരുടെ ജീവിത മാർഗം തന്നെ ഈ കന്നുകാലി മേയ്ക്കലാണ്. ഇത് കണ്ടില്ലേ, റോഡ് ഫുള്ള് ബ്ലോക്കായിട്ട്. പക്ഷെ ഒരു തരത്തിലതൊരു ബേർഡനാണ്, പക്ഷെ വേറെ തരത്തിലതൊരു നല്ല കാഴ്ചയാണ്. ഇതുണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ അവർ പോയിട്ടേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഹോൺ അടിച്ചാൽ അവർക്കെന്താ അറിയാനാ, ഇവൻ ഒറ്റയ്ക്കായിപ്പോയി പാവം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് നോക്കാം. പോകുന്ന വഴിയിലൊക്കെ തന്നെ അപ്പി ഇട്ടിട്ടാണ് അവന്മാർ പോകുന്നത്. ഇവരെല്ലാവരും കൂടെ ജാഥയുടെ എങ്ങനെയാണ് പോകുന്നത്?
ഇടയ്ക്കിടയ്ക്ക് മത്സര ഓട്ടം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിനൊരു കാര്യം, നിങ്ങൾ വണ്ടി തമിഴ്നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. സ്ട്രീറ്റ് ആൾക്കാരൊക്കെ പെട്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറുക്കെ ആടി ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം കൂടിയല്ല, ആ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഹെൽമെറ്റ് അലർജിയാണ്. ഒരൊറ്റ മനുഷ്യൻ കൂടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ ഓൺ ദ വേയിൽ നോക്കാം. വഴിയിലൊക്കെ ചെക്കിങ് ഉണ്ട്, പക്ഷെ അപ്പുറത്തെ സൈഡിലാണ്, നമ്മളെ ചെക്ക് ചെയ്തില്ല. എന്താ വ്യൂ നോക്കിയേ. നമ്മളിതുവരെ കമ്പത്ത് എത്തിയിട്ടില്ല കേട്ടോ. കമ്പത്തോട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് കമ്പം പോയി അവിടുന്ന് പിന്നെ തേനി പോയിട്ട് വേണം നമുക്ക് ബത്തലകുണ്ട് പോകാൻ. ബത്തലകുണ്ടിൽ നിന്നാണ് നമുക്ക് ഡീവിയേറ്റ് ചെയ്തിട്ട് കൊടൈക്കനാലിലുള്ള റൂട്ട്. ഇനിയും പോകണം ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റേഴ്സ്. ഈ ഒരു ബ്രേക്ക് എടുക്കാം. ആ വെസ്റ്റേൺ ഗട്ട്സ് നിൽക്കുന്ന നൃത്തം ഉണ്ടോ ന്യൂസേ? ശരിക്കും വെസ്റ്റേൺ ഗട്ട്സ് ഒരു അത്ഭുതം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, കാര്യം ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കയറാനായിട്ട് തോന്നും, പക്ഷെ കണ്ണ് നമ്മളെ കാണുമ്പോൾ അടുത്തായിട്ട് ഫീൽ ചെയ്യും, ഒരുപാട് ദൂരെയാണ്. ഈ കമ്പം തേനി റൂട്ടിൻ്റെ 2 സൈഡിലായിട്ടും ഒരു വാള് പോലെയാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കിയേ, എൻ്റെ ബാക്കിൽ നമ്മളിവിടെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. പൊന്നിവിടെ വണ്ടി എടുത്ത് നിൽപ്പുണ്ട്. നമ്മളിവിടെ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് തോട്ടങ്ങളാണ്. തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴയുണ്ട്. വാഴയാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ ഒരു വാഴ പോലെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വാഴകളും, അതുപോലെ തന്നെ അവിടെ വലിയ ഇഷ്ടംപോലെ വാഴകളും ഉണ്ട്. ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് നിൽക്കുക. എന്തായാലും അടിപൊളി ഒരു സൈറ്റിലാണ് നമ്മളൊരു ബ്രേക്ക് എടുത്തത്. പൊന്നിന് കാല് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ കടയിൽ പോയിട്ടൊരു ചായ കുടിച്ചാലോ നോക്കാം. ഓപ്പോസിറ്റ് കാണുന്നതാണ് കട. എന്തായാലും ആ ചേട്ടൻ അവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞു. പട്ടിയുടെ കുര ഉണ്ടോ? ഒരു ചെറിയ പട്ടിക്കുഞ്ഞാണേ. അവൻ്റെ കുര ഉണ്ടോ? അവിടുത്തെ ചേട്ടൻ നമുക്ക് എന്തായാലും ചായ എടുത്തത്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ എടുത്തേ. ചുക്കാപ്പി പോട്. ഹേയ് ഹലോ. അവൻ്റെ കുര ഉണ്ടോ? വേറെ കുഞ്ഞാ വേണ്ട. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും കുഞ്ഞാ വേണ്ട. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും കുഞ്ഞാ വേണ്ടി. സൈക്കിൾ ഇടിച്ചാ? കാലിന് സൈക്കിൾ ഇടിച്ചാ? അയ്യോ, എന്നാ ആച്ചോ നിനക്ക്? തമിഴ് ഡോഗ് താനേ? ഹലോ ബേബീസ്. പൊന്നൂസ് അവിടെ അവരുമായിട്ട് കളിക്കുകയാണേ. എന്തായാലും നമുക്ക് ചായ കുടിക്കാം. നമുക്ക് എന്തായാലും ചായ കുടിക്കാം. പൊന്നൂസേ, എന്തായാലും ചേട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കയറിയിട്ട് ആദ്യം ചായ അല്ല കേട്ടോ, നല്ല ചുക്കാപ്പിയാണ്. ചുക്കാപ്പി പൊളിയാണ്. എന്തായാലും പൊള്ളി ചുക്കാപ്പി കുടിക്കാം. ഈ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല തണൽ മരങ്ങൾ കാണും. 2 സൈഡിലായിട്ടുണ്ട് തണൽ മരങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ കാപ്പി കുടിച്ചിട്ട് പറയാം. ഓക്കെ. പൊന്നൂസിനൊരു സീറ്റും കിട്ടിയല്ലേ? പൊന്നൂസിനൊക്കെ സീറ്റ് കിട്ടിയോ? എൻ്റെ ഹെൽമെറ്റിന് ഓർത്ത് ഒഴിച്ചോ? പൊന്നൂസ് എന്തായാലും അവന് എന്നാ എന്താ പപ്പിയുടെ പേരെന്നാ? ചൗള. പപ്പിയുടെ പേര് ചൗള എന്നാണേ. അണ്ണ പപ്പിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. இங்க ஒரு தானா நீங்க? இங்க ஒரு தான். எத்தனை வருஷம் இந்த கடை வச்சிருக்கு? 50 இயர்ஸா கடை வச்சிருக்கா? அம்மா அப்பா வச்சிருக்காடா? ട്രഡീഷണലാ ചേഞ്ച്? ഓ ഓക്കെ. 50 വർഷമായിട്ടുള്ള കടയാണ് ചേട്ടൻ്റെ. അപ്പോൾ ഇങ്ങനെ ട്രഡീഷണലായിട്ട് കൈമാറി വന്നതാണ്. പേരെന്നാ അണ്ണ? രാജ. ആഹാ. കടപ്പേര് ഒത്തക്കട. 2 ഊരിൽ ഇരുന്ന് ഒരു കട. ഒത്തക്കട. ആഹാ. 2 ഊരിലും കൂടി ഒരു കടയേ ഉള്ളൂ. അതിനെ ഒത്തക്കട എന്ന് പേര് വെച്ചിരിക്കുക. 50 years.
ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ വെറുതെ കയറിയതാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ഡോമി അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഷെൽട്ടർ കിട്ടിയപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ എന്തോ എനിക്ക് കണ്ടപ്പോൾ ഒരു കടയോടൊരു ചെറിയൊരു ഇഷ്ടം തോന്നി. 50 വർഷമായിട്ട് ഇവിടെ ഉള്ളൊരു കടയാണ്. അപ്പോൾ 50 വർഷമായിട്ടുള്ള കടയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ചേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടിയ കടയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വില്ലേജ് ലൈഫൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഇവരുടെ കൂടെ ചേരണം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് എന്തായാലും ചായ അല്ല, ഞങ്ങൾ കുടിച്ചത് കട്ടൻ കാപ്പിയാണ്. കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. കഴിഞ്ഞോ? അവൻ കുറുക്കണ്ട് വിട്ടിരിക്കുന്നല്ലേ. നിങ്ങൾ വരയാ? ഏൻ കൂടെ വരിക ചാവളാ? ആള് നല്ല ശൗര്യക്കാരനാണ് കേട്ടോ. ചാവളാ ബേബി. അയ്യോ പെമ്പിള് താനോ? ഇത് കണ്ടില്ലേ ചേട്ടൻ്റെ പഴയ മണ്ണുകൊണ്ടുള്ള സെറ്റപ്പൊക്കെയാണ്. ഇതെല്ലാം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മണ്ണ് വെച്ച് ചെയ്തതല്ല, അത് ചാണാൻ മെഴുകിയിട്ട് അത് വെച്ച് ചെയ്തതല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ചേട്ടൻ നമ്മുടെ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോയതിന് ശേഷം കവർ ചെയ്യാം. നമ്മൾ കമ്പത്തുനിന്ന് വിട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റർ നമ്മൾ താണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തേനിക്ക് ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കമ്പം ആയി അല്ലെങ്കിൽ തേനി ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൃഷിയിടങ്ങൾ കാണുമ്പോഴാണ്. നമ്മുടെ കേരളത്തിലോട്ട് വരുന്നതിൻ്റെ ഒരു 3/4% അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഓൾമോസ്റ്റ് ഒരു 95% അല്ലെങ്കിൽ ഒരു 75% തന്നെ അരിയായ എന്ത് രസമാണല്ലേ. നോക്കിയേ എത്ര ദൂരത്താണ് ഇങ്ങനെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലൊക്കെ വില്ലേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും തമിഴ്നാട്ടിൽ വന്നിട്ടാണ്. നമ്മളെപ്പോഴും കാണാറുണ്ട് ഒരു മലയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു മലയും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു പാടവും എല്ലാം കൂടെ. അതിന് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് തന്നെ പറ്റത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി അങ്ങ് ദൂരെ ഒരു കാറ്റാടിയിൽ നിന്ന് കറങ്ങുന്നുണ്ട്. നമ്മൾ രാമക്കൽമേട് പോകുമ്പോൾ മേളിൽ നിന്ന് കാണുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, മേളിൽ നിന്ന് കയറുമ്പോൾ കാണുന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര ഉയരത്തിൽ വെച്ചാണ് നമ്മളപ്പോൾ അവിടെ കണ്ടത്. വലിയ ഡ്രീമെന്ന് സംഭവിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പൊന്നൂസ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷക്കാലമായിട്ട് എന്നിട്ട് പറയാം മുന്തിരിത്തോപ്പ് പോകണം. പക്ഷേ നമ്മൾ മിക്കവാറും റൈഡ് പോകുന്ന സമയത്തൊന്നും മുന്തിരി കാണാറില്ല. ഇപ്പോൾ അതാ ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുകയാണ്. മുന്തിരിത്തോപ്പ് കാണാൻ 3-4 തോട്ടത്തിൽ കയറി ചോദിച്ചു, ആരും സമ്മതിച്ചില്ല. ഇവിടെ ഒരു ചേട്ടൻ നമ്മളോട് സമ്മതിച്ചു. കയറിക്കോ, പറിക്കരുത്, തുടരുതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം കക്ഷി പറഞ്ഞു ഒരു 5 കിലോ മുന്തിരി മേടിക്കണം, 250 ബോക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമുക്കത് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്, കാണാൻ പറ്റുമെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കക്ഷി സമ്മതിച്ചു. നമ്മൾ പൊന്നൂസിനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ച് ഓക്കെ ആക്കി. അപ്പോൾ അത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അണ്ണയാണ് ഇതൊന്ന് കാണിച്ചു തന്നത്. നമ്മുടെ ഫ്രഷർക്ക് വേണ്ടിയിട്ട് മുന്തിരിത്തോട്ടമൊക്കെ ഒരുപാട് നേരത്തെ വന്ന സഞ്ചാരികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാണാൻ വരികയെന്നുണ്ടെങ്കിൽ ഇവരോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഒരു കാര്യത്തിൽ ഇതിൽ തൊടാനോ കാര്യങ്ങളോ ഇതിലൊന്നും തൊടാനുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. കാര്യം ഇത് അവരുടെ കഷ്ടപ്പാടാണ്. ഇവർ ഇത് വിറ്റിട്ട് വേണം അവർക്ക് ഇനി പൈസയൊക്കെ കിട്ടാനും ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തമാശയായിരിക്കാം. അപ്പോൾ കക്ഷി അവസാനം നമുക്ക് ഒരു പൊന്നൂസിനൊരു തീർത്ത് അത് ഇയാളുടെ ഒരു ഡ്രീമായിരുന്നു. പൊന്നൂസിൻ്റെ ഒരു ചെറിയ ഡ്രീമായിരുന്നു. ഒരുപാട് കാലമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നു കുടയിലൊക്കെ പോകുമ്പോൾ നമുക്കിവിടെ കയറണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എന്തായാലും അത് നടന്നു. എനിക്കില്ലേ, എനിക്കിതാ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും താങ്ക് യു അണ്ണേ, താങ്ക് യു.
നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു കടയുണ്ട്, SCTC എന്ന് പറഞ്ഞൊരു ഷോപ്പ് വന്നിരിച്ച്. അങ്ങേ സോറി ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതേ ഡോമി ഇവിടെ ഇരിപ്പുണ്ട്, പൊന്നു അവിടെ വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഷോപ്പിനകത്തോട്ട് പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ലഞ്ച് കഴിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചത്. പിന്നെ എന്തെങ്കിലും കഴിച്ചാലോ? കഴിക്കാം. ഇവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം, കഴിക്കാം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ കയറിയെന്ന് പറഞ്ഞില്ലേ ഷോപ്പ്. ഇത് കണ്ടില്ലേ, എന്നോട് പറയാതെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിക്കോ, ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊന്നിനാണെങ്കിൽ ചൂട് പൊറോട്ടയും പിന്നെ എന്താ വേറെന്തോ മീൻ കുളമ്പ് എന്തോ ഒരു സംഭവമാണ് പൊന്നിന് കൊടുത്തത്. എനിക്ക് തന്നിരിക്കുന്നത് ലെമൺ റൈസ് അല്ലേ, ലെമൺ റൈസാണ് എനിക്ക് തന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ലെമൺ റൈസ് തന്നിരിക്കും. എന്തായാലും ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുണ്ട്. ലെമൺ റൈസാണ് എനിക്ക് തന്നിരിക്കുന്നത്. എന്തായാലും കഴിച്ചിട്ട് അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. കഴിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, കഴിച്ചോ? വലിയ പൊറോട്ട അല്ലേ? തിക്നെസ് കൂടുതലാണോ? ഇതിലിത് നമ്മുടെ ഇവിടുത്തെ ഒരു നാടൻ ഹോട്ടലാണേ. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അത്യാവശ്യം നാട് ഇവിടുത്തെ ലേഡീസാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്, ചേച്ചിമാരാണ് ഇതെല്ലാം. ഇവരെല്ലാവരുമാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ചിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കണം. നല്ല സുന്ദരൻ ലെമൺ റൈസ്, നല്ല കിളുന്ന് വാഴയില് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കി ഇങ്ങനെ ഇതിങ്ങനെ പെരട്ടി അങ്ങോട്ട് കഴിക്കണം. അതൊരു അച്ചാർ പോലത്തെ എന്തോ ഒരു സംഭവം. എന്തിനാ വന്ന് എടുക്കുന്നോ? അച്ചാറാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് കഴിച്ചു നോക്കിയിട്ടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. കട എങ്ങനെയുണ്ടെന്ന് സെറ്റാക്കിയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ കൊടൈക്കനാലിൻ്റെ കവാടം ലെഫ്റ്റ് തിരിഞ്ഞു. അതായത് ബത്തൽ കൊണ്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു, കൊടൈക്കനാലിൻ്റെ കവാടത്തിലോട്ട് കയറി. ഇപ്പം നമ്മുടെ കൊടൈക്കനാൽ മലനിരകളാണ് കാണുന്നത്. അതാണ് നമുക്കിനി എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടൈക്കനാലിലെത്താം. അവിടുന്ന് നമുക്ക് വീണ്ടും ഒരു 40 കിലോമീറ്ററിലൂടെ പോകണം. നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ ഏകദേശം ഒരു 2-3 കിലോമീറ്ററുള്ളൂ. അതിന് മുമ്പ് ഒരു കിടിലം വാട്ടർഫോൾസ്. വരുന്ന വഴിക്ക് എല്ലാം കിടിലം ഫോൾസ് ആയിരുന്നു. ശരിക്കും ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. കാര്യം എനിക്കൊന്ന് മുകളിൽ മഴ പെയ്തിട്ടായിരിക്കാം, ശരിക്കും വാട്ടർഫോൾസ് ആയിരുന്നു. ഇഷ്ടംപോലെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. നല്ല കിടിലമായിട്ടാണ് വെള്ളം വരുന്നത്. ആ വെള്ളം അതിലേക്കൂടെ വന്നിട്ട് ഇതിലേക്കൂടെ ഒഴുകി പോകുന്നത്. നമുക്ക് എന്തായാലും നിൽക്കാൻ സമയമില്ല. നമുക്ക് ഇനിയും ഏകദേശം 10-40 കിലോമീറ്റർ പോകേണ്ടതായിട്ടുണ്ട്. നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളോട്ട് കിടക്കാം. പോവാം, നമുക്ക് ഇറങ്ങണോ? അങ്ങനെ നമ്മളിതാ കൊടൈക്കനാലിലോട്ട് കാല് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ 40 കിലോമീറ്റർ നമുക്ക് പോകണം. അതാണ് ഞാൻ കൂടുതലായിട്ട് യൂഷ്വലി എല്ലാവരും വരുന്നതല്ലേ കൊടൈക്കനാലിൽ. എല്ലാവരും കണ്ടു മറന്ന കാഴ്ചകളാണ്. പക്ഷേ കാണുന്നതിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവാം. പക്ഷേ നമുക്ക് അത് എടുത്തിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. കാര്യം നമ്മുടെ ലക്ഷ്യം കൊടൈക്കനാലല്ല. അവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സസ്പെൻസ് ആയിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട്, അവിടെ പോകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ മല കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഏകദേശം നല്ല രീതിയിൽ ബോഡിയിലോട്ട് തണുപ്പ് എത്തുന്നുണ്ട്. പൊന്നു പറയുന്നുണ്ട് നല്ല തണുപ്പാണ്, പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ആൾക്കൊരിത്തിരി തണുപ്പുണ്ടെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, കോപ്രോയുടെ ചാർജ് തീരാറായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് ശശിയേട്ടൻ്റെ അടുത്ത് നമ്മളെ കാത്ത് ഒരാളവിടെ ഇരിപ്പുണ്ട്, പോലൂർ. അതെ, പോലൂരിലെ ശശിയേട്ടനാണ് നമ്മളെ കാത്ത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ശശിയേട്ടൻ്റെ അടുത്ത് വരെ എത്തുന്നവരെ ഈ ബാറ്ററിക്ക് റീചാർജ് കാണേന്നാണ് പ്രാർത്ഥന. കിടിലൻ കാഴ്ചയാണ്, ഒന്നും പറയാനില്ല. ശരിക്കും നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഗോപ്രോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. മഞ്ഞ് വന്നിങ്ങനെ മൂടുകയാണ്, കോടമഞ്ഞ് വന്നിങ്ങനെ മൂടുകയാണ് നമ്മൾ. ശരിക്കും അടിപൊളിയാണ്. ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് റൈഡ് പോകാനും ട്രാവൽ ചെയ്യാനുമുള്ള നമുക്ക് കേരളക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഏക മാസമാണ് ഡിസംബർ. കാര്യം വേറൊന്നുമല്ല, ബാക്കിയുള്ള സമയത്തെല്ലാം ഫ്ലഡും മഴയും അതും ഇതും എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഡിസംബറിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ നല്ല രസമാണ് ട്രാവൽ ചെയ്യാൻ, നല്ല ക്ലൈമറ്റാണ്.
ഞാൻ ഏറ്റവും കൂടുതലും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും ഡിസംബറിൽ തന്നെ ആയിരിക്കും. ഡിസംബറിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാറാണ് അത്. പക്ഷേ ഈ മാസം മന്ത് എൻഡിൽ പോകേണ്ട റൈഡാണ്. പക്ഷേ ശശിയേട്ടൻ്റെ അവിടെ റൂംസ് ഒന്നും ഫ്രീ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു റൈഡ്. പിന്നെ പൊന്നൂസിന് ലീവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടൈക്കനാലിലെ യൂഷ്വൽ കാഴ്ചകളേക്കാണ് നമ്മൾ പോകുന്നത്. യൂഷ്വൽ നിങ്ങളെല്ലാവരും കണ്ടുമടുത്ത കാഴ്ചകളൊക്കെ തന്നെയാണ്. എനിക്ക് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാണിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊടൈക്കനാലിലെ കാഴ്ചകൾ വിട്ടിട്ട് നമുക്ക് പോലൂരിലോട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ പോലൂരിലോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൊടൈക്കനാൽ ലേക്കാണ് നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമുക്കിവിടെ ഒരു ATM പോകണം, കാരണം പൈസ എടുക്കണം. അപ്പോൾ എന്തായാലും അതിന് ശേഷം ATM പോയിട്ട് പൈസ എടുത്ത ശേഷം പോകാം. മഞ്ഞുണ്ടോ, കുടഞ്ഞുണ്ടോ, എന്താ കിടിലല്ലേ, പൊളി. വേറെ ഏതോ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ പോയൊരു ഫീലുണ്ട്. അതിനിടയ്ക്കുള്ള ആ ലായങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഒരുപാട് കാണാം. കാര്യം നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്ന ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് ഫോറസ്റ്റാണ്. അപ്പം അതിനുള്ളിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ എന്തായാലും കാണാം. നിങ്ങളാ വ്യൂ കണ്ടോ, എന്താ രസമല്ലേ, ശരിക്കും അടിപൊളിയാണ്. അവിടെ മൊത്തം ഓക്കെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. നമ്മുടെ പോലൂർക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണത്. നമുക്ക് സൈഡിലൊന്ന് നിർത്തിയിട്ട് നോക്കാം. പൊളി വ്യൂ ആയിരുന്നു, പൊളി വ്യൂ. എന്തായാലും നമുക്ക് വിടാം. കാര്യം ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ പണിയാവും, ഇരുട്ടിക്കഴിഞ്ഞാൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാവും. എന്തായാലും നമുക്ക് യാത്ര തുടരാം. നമ്മളങ്ങനെ മന്നവന്നൂരെത്തി. മന്നവന്നൂർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ഒരു പേരൻപെന്ന് പറഞ്ഞൊരു ഫിലിമാണെന്ന് തോന്നുന്നു, അത് ഷൂട്ട് ചെയ്ത് മന്നവന്നൂരിലാണ്. ചായ വേണോ? ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ നടന്നില്ല. മന്നവന്നൂർ അടിപൊളി സ്ഥലമാണ്. ഇവിടുന്ന് നമുക്കിനി എന്തായാലും ഒരു 12 കിലോമീറ്ററൂടെ യാത്ര ചെയ്യണം. റോഡൊക്കെ കുറച്ച് പൊളിഞ്ഞ് കിടക്കുകയാണ്. നോക്കണം. അത്യാവശ്യം വഴിയെല്ലാം കുളമായി കിടക്കുകയാണ്. പക്ഷെ കാണാനൊരു രക്ഷയില്ല, കിട്ടിലുമാണ്. ഇവിടെ കുറേ ഫാമിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മന്നവന്നൂരിൽ നമുക്കൊരു ലേക്കുണ്ട്. മന്നവന്നൂരിൽ നിങ്ങളവിടെ കാണാൻ പറ്റുന്ന മന്നവന്നൂർ ലേക്കാണ്. ആ ഭാഗത്തൊക്കെ ദൂരേന്ന് വെയിൽ വീണ് വരുന്നുണ്ട്. ശരിക്കും ഒരു ഫോറിൻ കൺട്രി പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു മലഞ്ചെരുവുകളൊക്കെ വരുന്നത്. അടിപൊളിയാണ് കാണാൻ. ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല കാണാൻ. അങ്ങ് ദൂരെ അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ നിങ്ങൾ ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും ചെമ്മരിയാടും അതുപോലെ തന്നെ പശുവൊക്കെ നിന്ന് മേയുന്ന കാണാൻ പറ്റും. അങ്ങ് ദൂരെ കാണുന്നതാണ് ആ ലേക്ക്. അവിടെ വെയിൽ വീണ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് മനസ്സേ? ഇതൊക്കെ തന്നെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പറന്നു പോകാനായിട്ട് തോന്നല്ലേ. നമ്മുടെ ആ മലയുടെ ഈ പൂവുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ മലയുടെ നിൽക്കുന്ന മരം കണ്ടോ മനസ്സേ? കുറേ ഇവിടുത്തെ ഈ ട്രീസിനും മരങ്ങൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ച കണ്ട് നിൽക്കാൻ സമയമില്ല. ശശിയേട്ടൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ശശിയേട്ടൻ്റെ വിശേഷങ്ങളൊന്നും പറയാത്തത്. ശശിയേട്ടൻ ഒരു ലെജൻഡാണ്.
അപ്പോൾ അവിടെ എത്തിയിട്ട് ശശിയേട്ടനോട് തന്നെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഈ മരമൊക്കെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇവരിതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കാട്ടിൽ നിന്നുള്ള വിറകൊക്കെ ശേഖരിച്ച് അത് അവർക്ക് എനിക്കൊന്ന് കാറ്റാടിയുടെ മരമാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കൊന്നും അത് വയ്ക്കാറുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ വളരെ ചെറിയ ചെറിയ വീടുകളാണ്, കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. മാക്സിമം ഇവർ ഫാമിംഗ് ആണ് മെയിനായിട്ട് അവരുടെ ഒരു വരുമാനത്തിനായിട്ട് ചെയ്യുന്നത്. പറഞ്ഞ് അറിയിക്കാനായിട്ട് വാക്കുകളില്ല. ശരിക്കും നിങ്ങൾ ഇവിടെ വരണം. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോവില്ല. അത്രയ്ക്ക് കിടിലമാണ് ഇവിടെ കാണാൻ. എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ് ഈ സ്ഥലത്തിന്. പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം റോഡ് ഇല്ല. പശുവൊക്കെ ഇടിക്കാനായിട്ടാണോ വരുന്നത്? അല്ല, പോയി പാവം. ആ മലഞ്ചെരുവിലൊക്കെ പശുക്കളിൽ നിന്ന് മേയുന്നുണ്ടോ? പശുക്കളുടെ വരവുണ്ടെന്ന് നമ്മൾ ഇടിക്കാൻ വരുവാണ്. നന്നായിട്ട് ടയർഡായി. കാര്യം വേറൊന്നുമല്ല, നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് അവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്. ഈ 40 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിന് മുകളിൽ എന്തായാലും എടുക്കും. ഇപ്പം നമ്മൾ അതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. കാഴ്ചകളെക്കുറിച്ച് വർണ്ണിച്ച് ഞാൻ കുഴഞ്ഞു. ഫാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോരോ വീടുകളുണ്ട്. മലകളിങ്ങനെ തീരുന്നില്ല. വീണ്ടും 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 കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പൊക്കോട്ടേയിരിക്കുക. നമുക്കെന്തായാലും യാത്ര തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടെ ഉള്ളൂ ദൂരം. എന്താ വ്യൂ, പൊളിയല്ലേ? എന്തായാലും നിങ്ങൾ ഫാബ്സ് ഓൺ വീൽസിൻ്റെ പ്രേക്ഷകരല്ല, എന്തായാലും ഉറപ്പായിട്ടും പോലൂർ വരണം കേട്ടോ. ഇപ്പോൾ ഒന്ന് തട്ടിയാനെ വണ്ടി. എൻ്റെ കയ്യിലെ പ്രശ്നമാണ്, ഞാൻ ഹോണും അടിച്ചില്ല. ഓക്കെ, ഫാബ്സ് ഓൺ വീൽസിൻ്റെ പ്രേക്ഷകരെല്ലാം ഉറപ്പായിട്ടും പോലൂർ വരണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ശശിയേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു അത്യാവശ്യം ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം കുറേ ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ വണ്ടി ഓടിച്ചൊരു വില്ലേജിലെത്തി. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അവിടെ നോക്കിയേ, മഞ്ഞിൻ്റെ ഒരു കമ്പളം. എൻ്റെ അമ്മോ, ഇതെന്തി കാണുന്നത്? പൊന്നു പുറകിൽ എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കിളി പറന്നിരിക്കുക. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഇവിടം വരെ വന്നത് വേസ്റ്റായില്ല. ശരിക്കും പറഞ്ഞാൽ ശശിയേട്ടനെ സമ്മതിക്കണം. ശശിയേട്ടൻ തപ്പിയെടുത്തതാണ് ഇവിടെ. എന്തായാലും പോലൂർക്ക് വഴി വയ്ക്കട്ടെ. അണ്ണേ, പോലൂർക്ക് എത്ര കിലോമീറ്റർ? പോലൂർക്ക് എത്ര കിലോമീറ്റർക്ക്? 10 കിലോമീറ്റർ ഇരിക്കാ? പോലൂർക്ക് 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഓടിച്ചിട്ട് എത്തുന്നില്ല. ഇതെന്താ കാഴ്ച നിങ്ങൾ കണ്ടോ? ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ? ഒരു രക്ഷയില്ല. പിന്നെ ഫോണെടുത്ത് ഫോട്ടോ എടുത്തോ. കിട്ടില്ലം കാഴ്ചയാണ് കേട്ടോ, കിട്ടില്ലം കാഴ്ച. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് വഴിയില്ല. ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കിരികിരി പിടിച്ച പിള്ളേരാട്ടോ. പിള്ളേർ ഭയങ്കര സീനാണ്. ഒരുത്തനൊരു കല്ലെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ശരിക്കും പോലൊരു ഞെട്ടിച്ച് കേട്ടോ. ഇനി 4 കിലോമീറ്റർ ഉള്ളൂ. 4 കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരു രക്ഷയില്ല, പൊളിച്ചു. കാര്യം കൊടൈക്കനാലിൻ്റെ ലാസ്റ്റ് വില്ലേജാണിത്. പോലൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലിൻ്റെ ആ ബോർഡറാണ്. അവിടുന്ന് 40 കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലമുള്ളത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. എൻ്റെ കിളി പറന്നുപോയി. ശരിക്കും നിങ്ങൾ വരണം കേട്ടോ, ചുമ്മാ എന്നല്ല. ശരിക്കും ഇന്നത്തെ കാഴ്ചകൾ തീരുന്നില്ല. നമ്മളിന്ന് ശശിയേട്ടനെ കാണുന്നതോടുകൂടി ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു വില്ലേജ് വാക്കിന് പോവും. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ രാവിലെ പൊളിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ എൻ്റെ ആയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ശശിയേട്ടനെ കാണുന്നവരെ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു പൂമരം കണ്ടോ? ശരിക്കും പൂമരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു പൂമരം നിൽക്കുന്നുണ്ടോ?
പൂ മാത്രമേ ഉള്ളൂ അതിനകത്ത്, കുഞ്ഞു 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 പൂക്കൾ. നമ്മുടെ ദൈവത്തിൻ്റെ ഓരോ കഴിവുകളെ സമ്മതിക്കണം പ്രപഞ്ചത്തിന് ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നതിന്. താഴോട്ട് പോയാൽ പോക്കാട്ടോ. ഒന്നും പറയാനില്ല, എനിക്ക് ശരിക്കും വാക്കുകളില്ല. പിന്നെ അത് കണ്ടോ, അത് പൊളിയല്ലേ? മൊത്തം ഫാമിംഗ് ആണ്, കിടിലമാണ് കാണാൻ. എന്നിട്ടും മല ഇങ്ങനെ കിടക്കുക, വീണ്ടും നമ്മളിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ട് കിടക്കുക. അതും അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടേ, അങ്ങ് ദൂരെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഒരു വാട്ടർഫോൾ കണ്ടോ, ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോകണം. അങ്ങ് ദൂരെ ഒരു വാട്ടർഫോൾസ് കണ്ടോ, സ്വർഗമാണ് സ്വർഗം. സിനിമയ്ക്കൊക്കെ സെറ്റിട്ട പോലെ പൊളിച്ചടുക്കി വെച്ചിരിക്കുക. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, ആ പാട്ട് പാടാനാ തോന്നുന്നത്. ബാക്കി പാടാൻ അറിയില്ലാത്തതുകൊണ്ട് പാടുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇനി എവിടെ പോയാ ശശിയേട്ടനെ കണ്ടുപിടിക്കുന്നത്? ശശിയേട്ടോ, ശശിയേട്ടനൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എന്തായാലും ചോദിക്കാം ഇവിടെ ആരോടെങ്കിലും ശശിയേട്ടൻ അറിയാവുന്നു. എത്തിയടോ? ചോദിക്കാം ഈ അണ്ണനോട്, നമുക്ക് ശശിയേട്ടന് ഉണ്ടോയെന്ന് ചോദിക്കാം. അണ്ണാ പോലൂര് ഇനി പോകണം, എത്ര കിലോമീറ്റർ? 2 കിലോമീറ്ററാ. അങ്ങനെ നമ്മൾ ബ്ലൂ മൂൺ ഹട്ട്സിലെത്തി. ശശിയേട്ടൻ നമുക്ക് അവിടെ പോയി ഞെട്ടിക്കാം. ഓക്കെ, ശശിയേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, വണ്ടി നമുക്കിവിടെ മേളിൽ പാർക്ക് ചെയ്യേണ്ടി വരും. വണ്ടി അങ്ങോട്ട് പോകില്ലല്ലേ? പോവോ? ആണോ? നമുക്ക് വണ്ടി ജസ്റ്റ് അകത്തോട്ട് വയ്ക്കാം. എടാ പൊന്നപ്പാ, നിന്നെ കൊണ്ട് ചെളിയാട്ടോ അവിടെ, ചെളിയാ അവിടെ. അങ്ങനെ ആ ബ്ലൂ മൂൺ ഹട്ട്സിൻ്റെ കവാടം തുറന്നു. ബൈക്ക് വരും വേണ്ടേ? ബൈക്ക് അങ്ങ് വരുമോ? ഓക്കെ, ഒരു സെക്കൻഡേ നോക്കിക്കോട്ടെ. ഇവിടെ വരില്ലേ? വരൂ എന്നെ ചാച്ചിയേട്ടോ, വണ്ടി ഇവിടെ വെച്ചാൽ മതിയല്ലോ, ഇവിടെ വയ്ക്കി. ഓക്കെ, അങ്ങനെ നമ്മൾ ശശിയേട്ടനെ കണ്ടതേ ദൂരെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അവസാനം ഇത് ശശിയേട്ടൻ്റെ സാമ്രാജ്യമാണ്. നമ്മളങ്ങനെ ബ്ലൂ മൂൺ ഹട്ട്സിലെത്തി. ഇനിയിപ്പോൾ ഡോമിനോർ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇവിടെ വയ്ക്കണം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. നീ എന്ത് താട്ടി തന്നോ പട്ടിക്കുഞ്ഞുണ്ട്. ചെല്ലി താട്ടി തന്നോ, ചെല്ലി, ഞാൻ വരാം. അമ്മ ഇതായിരിക്കും. അങ്ങനെ നമ്മൾ താഴോട്ടിറക്കാം. ഇത് കണ്ടോ, പൊന്നൂസ് ഇവിടെ ചാടിത്തുള്ളി നടക്കുകയാണേ. ഇവിടെ ചാടിത്തുള്ളി നടക്കുക. ഇത് കോട വരുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുള്ളൂ, കോട വന്നു തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത കോടയാണ്. അതെ, പൊളിയാണ്. ഈ കാണുന്നതൊക്കെയാണ് മഡ് ഹൗസ്. ഇതൊരു മഡ് ഹൗസാണ്, അത് രണ്ടാമത്തെ മഡ് ഹൗസാണ്. അപ്പോൾ ആ മഡ് ഹൗസിൽ ഈ റൈറ്റ് സൈഡിലുള്ളതിലാണ് നമ്മുടെ റൂം. പിന്നെ അവിടെ കിട്ടിലുമാണ്. അതാ ഇപ്പോൾ കോട വന്ന് നിറയുന്നുണ്ടോ? രാത്രി ആകുമ്പോഴത്തേക്ക് ഇവിടെ കോട വന്നിങ്ങനെ നിറയും. ഇവിടെ എല്ലാം പുൽത്തകിടിയാണേ. ആ മുകളിലത്തെ മരങ്ങളൊക്കെ നോക്കി, അതെല്ലാം കോട മൂടി ഇങ്ങനെ വരുന്നുണ്ട്. പൊള്ളിയാണല്ലേ. വെറുതെ ഇഷ്ടപ്പെട്ടോ? പൊളിച്ചോ? ഇപ്പൊ കിടക്കുന്നുണ്ടോ? തണുക്കുന്നില്ലല്ലോ വലുതായിട്ട്. സ്റ്റെപ്പ് കയറി മോളി പോകുമ്പം പൊളിയാ.
എന്താ ഒന്ന് ഓടിപ്പോട്ടോ. അവളാണെങ്കിൽ പറന്ന് കിടക്കുക ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരിവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പോൾ കോട വരുന്നുണ്ടോ, കോടയുടെ ഫോർമേഷൻ കണ്ടോ, പൊളിയല്ലേ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അയ്യോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ടയർഡാണ്. അപ്പോൾ ടയർഡ് മാത്രമല്ല, എനിക്കാണെങ്കിൽ തണുത്തിട്ട് കൈ വരച്ചിട്ട് ക്യാമറ കുറേ ഏറ്റവും ഷേക്കാവുന്നുണ്ട്. എന്തായാലും നാളെ ഏർലി മോർണിംഗ് നമ്മൾ എല്ലാം ചുറ്റിക്കറങ്ങി കാണും, എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ എത്തിക്കുക. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ക്യാമറയിൽ ഷേക്ക് ഇഗ്നോർ ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കൈയെല്ലാം തണുത്ത് വിറക്കുക. ഇത് കണ്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു തരാം. അതാ നമ്മുടെ ഊട്ടിപ്പൂ. നാളെ ഇവിടുത്തെ ഡീറ്റെയിൽ, ഇവിടുത്തെ റൂംസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഫുള്ള് പോലെ. അതുപോലെ തന്നെ നാളെ ശശിയേട്ടൻ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ മനസ്സിലായി. അപ്പോൾ ഇന്നത്തേക്ക് ഫാബ് സോൺ വീൽസിൻ്റെ വക എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളാണ് നമ്മുടെ കട്ട സപ്പോർട്ട്. ഓക്കെ.